ഭാര്യമാരുടെ കണ്ണുനീർ എന്തുകൊണ്ട് ചൊരിയപ്പെടുന്നു? വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മുഖാന്തരമായിട്ട്. ഭർത്താവിൽ നിന്ന് സ്നേഹം പ്രതീക്ഷിക്കുന്നു, സ്നേഹം ലഭിക്കുന്നില്ല. ഭർത്താവ് ഭാര്യയെ തിരസ്കരിക്കുന്നു, വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു, വഴക്കുകളുണ്ടാകുന്നു. നിനക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കാത്ത ഭാര്യയ്ക്ക് വിരോധമായി ഭർത്താവേ, നീ അഴിച്ചുവിടുന്ന പീഡനങ്ങൾ അവളെ കരയിപ്പിക്കുന്നു. നല്ലതുണ്ടാകണം, ആ വീട് സ്വർഗം പോലെ ആകണം, ഭർത്താവിനെ സ്നേഹിക്കണം, ഭർത്താവിന് നന്മ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന അൺഒഫൻഡിങ് വൈഫ്സ് കാരണം കൂടാതെ പീഡിപ്പിക്കുന്നു. ആ പീഡനങ്ങൾ അവളിൽ വരുത്തുന്ന ദുഃഖത്തിൻ്റെ ഫലമായിട്ട് അവൾ കരയുന്നു. ആ കരച്ചിൽ എവിടെ എത്തുന്നു? ദൈവത്തിൻ്റെ യാഗപീഠത്തിൽ എത്തുന്നു, ദൈവസന്നിധിയിൽ എത്തുന്നു. ഈ ഭാര്യമാരുടെ കരച്ചിൽ ഉയരുന്ന വീട്ടിൽ ഭർത്താവ് ദൈവത്തോട് പറയും, എൻ്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടണമേ, എൻ്റെ സാമ്പത്തികം നന്നായിരിക്കണമേ, എൻ്റെ ആരോഗ്യം നന്നായിരിക്കണമേ, എൻ്റെ പിള്ളേരുടെ പഠിത്തം നന്നായിരിക്കണമേ എന്ന് ദൈവത്തോട് പറയുന്ന പ്രാർത്ഥനകൾക്കൊന്നും മറുപടി ലഭിക്കില്ല. വീട്ടിൽ അടിയും വഴക്കും നടക്കുന്ന ഇടത്ത് ഭർത്താവ് ദൈവത്തോട് എൻ്റെ വീട് നന്നായിരിക്കണം, കടം മാറണം, സാമ്പത്തികം ലഭിക്കണമെന്ന് പ്രാർത്ഥന ഉയർത്തി കഴിഞ്ഞാൽ ആ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തുമോ? ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയില്ല. അതെല്ലാം പിശാച് തടസ്സം സൃഷ്ടിച്ച് ആ പ്രാർത്ഥനയെ മുടക്കിക്കളയും.